Hi everyone, welcome back to my classroom. Today we are going to discuss about objectives of HR planning. The following are the important objectives of HR planning. First one, accurate assessment of manpower requirement. Optimum utilization of a human resource. Inventorying of personnel, helpful in recruitment, selection and training. To avoid interruption in production, to meet the needs of expansion and diversification. First one, accurate assessment of manpower requirement. Expansion of business or adoption of a new technology require recruitment of new personnel. Incidents like retirement, labor turnover, etc. also induces the recruitment of new persons. Therefore, correct assessment of person requirement should be done. For this purpose, forecasting is necessary. So, the main objective of HR planning is to assess correct manpower requirement. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് മാൻ പവർ റിക്വയർമെൻറ്റ് അസസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോഴോ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴൊക്കെ പുതിയ പേഴ്സൺസിന് ആവശ്യമായിരിക്കും. ഇപ്പോൾ റിട്ടയർമെൻറ്റ്, ലേബർ ടേൺ ഓവർ ഇങ്ങനെയുള്ള കേസസും വരാറുണ്ട്. ഇപ്പോൾ ന്യൂ പേഴ്സൺസിന് ആവശ്യമുള്ള ഈ സിറ്റുവേഷനിൽ എന്ത് വേണം? പേഴ്സൺ റിക്വയർമെൻറ്റ് അസസ് ചെയ്യണം. അതിന് ഫോർകാസ്റ്റിംഗ് ആവശ്യമാണ്. മാൻ പവർ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാസ്ക് അത് തന്നെയാണ്. നെക്സ്റ്റ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഇറ്റ് എൻഷുർ That means HR planning ensure optimal utilization of human resources for achieving the goal of enterprises. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സസിനെ മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് HR പ്ലാനിങ്ങിൻ്റെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ, ഇൻവെൻ്ററിയിങ് ഓഫ് പേഴ്സണൽ. It is concerned with the keeping working details of existing employees. This record shows the education, qualification, training, professional skill, proficiency of job, etc. These records can be used when the firm decides to expand or modernize its business. ഇൻവെൻ്ററിയിങ് ഓഫ് പേഴ്സണൽ എന്ന് പറയുമ്പോൾ പേഴ്സൺസിൻ്റെ ഒരു കണക്കെടുപ്പ് അല്ലെങ്കിൽ അവരുടെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. റെക്കോർഡ് കീപ്പ് ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ വർക്കിംഗ് ഡീറ്റെയിൽസ് അടങ്ങുന്നതായിരിക്കും റെക്കോർഡ്സ്. ഈ റെക്കോർഡ്സിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, ട്രെയിനിങ്, അവരുടെ പ്രൊഫഷണൽ സ്കില്ല്, ജോബിൽ എത്രത്തോളം പെർഫോമൻസ് അവർ ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ളതായിരിക്കും ഈ റെക്കോർഡ്സ്. അപ്പോൾ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളത് HR പ്ലാനിങ്ങിൻ്റെ വേറൊരു ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് വൺ ഈസ് ഹെൽപ്ഫുൾ ഇൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ട്രെയിനിങ്. Sound procedure of recruitment and selection can be laid down through the HR planning. HR planning പ്രോപ്പറായിട്ട് ചെയ്താൽ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും സ്മൂത്തായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. വളരെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് ടു അവോയ്ഡ് ഇൻട്രപ്ഷൻ ഇൻ പ്രൊഡക്ഷൻ. മാൻ പവർ പ്ലാനിങ് ഹെൽപ്പ് ടു അച്ചീവ് ആൻഡ് മെയിൻറ്റെയിൻ പെർട്ടിക്കുലർ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. മാൻ പവർ പ്ലാനിങ്ങിലൂടെ പ്രോപ്പറായിട്ട് മാൻ പവർ റിക്വയർമെൻറ്റ് പ്ലാൻ ചെയ്ത് എംപ്ലോയീസിനെ എടുക്കുന്ന സമയത്ത് അവിടെ പ്രൊഡക്ഷൻ ഡിലേ വരില്ല. പ്രൊഡക്ഷൻ സ്മൂത്തായിട്ട് റൺ ചെയ്യും. ഒരു പരിധി വരെ പ്രൊഡക്ഷൻ ലെവൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഇതുകൊണ്ട് സാധിക്കാറുണ്ട്. പ്രൊഡക്ഷനിൽ തടസ്സങ്ങളൊന്നും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടു അസസ് ദ സർപ്ലസ് ആൻഡ് ഷോർട്ടേജ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അതായത് എംപ്ലോയീസിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എംപ്ലോയീസിൻ്റെ റിക്വയർമെൻറ്റ് കണ്ടെത്തുന്നത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് എത്രത്തോളം ഉണ്ട്, ജോബ്സ് എത്രത്തോളം ഉണ്ടെന്ന് കമ്പയർ ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതിൽ എക്സസ് സ്റ്റാഫും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ HR പ്ലാനിങ്ങിലൂടെ സാധിക്കാറുണ്ട്. അപ്പോൾ HR പ്ലാനിങ്ങിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ് എക്സസ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക എന്നുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് ഡിവേഴ്സിഫിക്കേഷൻ പ്രോഗ്രാംസ്. ഒരു ഓർഗനൈസേഷനിൽ എക്സ്പാൻഷൻ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും, ബിസിനസ് എക്സ്പാൻഡ് ചെയ്യേണ്ട പ്ലാനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് കൂടുതൽ എംപ്ലോയീസിന് ആവശ്യമായിരിക്കും. അതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ പ്രോഗ്രാംസ് അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലും ന്യൂ പേഴ്സൺസിന് ആവശ്യമായിരിക്കും. ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ HR പ്ലാനിങ് എസെൻഷ്യലാണ്. അപ്പോൾ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഓഫ് HR പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് HR പ്ലാനിങ്. ദർ ആർ 2 ടൈപ്സ്: ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് ആൻഡ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്. ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് കവേഴ്സ് ദ പീരീഡ് ഓഫ് 1 to 2 years. 1 മുതൽ 2 വർഷം വരെ കവർ ചെയ്യുന്നതാണ് ഷോർട്ട് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റിംഗ് ദി എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് എംപ്ലോയീസ് വിത്ത് ദെയർ പ്രസൻറ്റ് ജോബ്. ഇവിടെ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് നമ്പർ ഓഫ് എംപ്ലോയീസിനെ വെച്ച് പ്രസൻറ്റ് ജോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഷോർട്ട് ടേം HR പ്ലാനിങ് സാധാരണ ചെയ്യാറ്. സാധാരണ സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഉള്ള എംപ്ലോയീസിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു റീട്രെഞ്ച് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ആൻഡ് റിക്രൂട്ട് ന്യൂ പേഴ്സണൽസ്.
due to legal constraints. So the management should adjust existing available workers with specific projects and programs, but it seldom matches completely with the requirement of job. Management should make some adjustment in job to accommodate existing എംപ്ലോയീസ്. മാനേജ്മെൻറ്റ് പല അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് വെച്ച് ജോബ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഷോർട്ട് ടൈം മാൻ പവർ റിക്വയർമെൻറ്റ് നമ്മൾ 1 to 2 ഇയേഴ്സിനൊക്കെയാണ് മാൻ പവർ റിക്വയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ 2 സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 2 സ്റ്റെപ്സ് എടുക്കാറുണ്ട്. സക്സസ്ഫുൾ ആയിട്ട് ഷോർട്ട് ടൈം മാൻ പവർ പ്ലാനിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് 2 സ്റ്റെപ്സാണ് സാധാരണ ഫോളോ ചെയ്യാറുള്ളത്. ഫസ്റ്റ് വൺ, വെൻ എംപ്ലോയീസ് ആർ ലെസ് ക്വാളിഫൈഡ് കമ്പയർഡ് വിത്ത് ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് സ്പെസിഫിക്കേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ലെസ് ക്വാളിഫൈഡ് ആവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരെന്താ ചെയ്യാറെന്ന് വെച്ചാൽ, അതായത് പുതിയൊരു ജോബ് വന്നു, ആ ജോബ് ചെയ്യാനുള്ളൊരു ക്വാളിഫിക്കേഷൻ അവർക്കില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡ്. എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇഫ് ദി ജോബ് ഈസ് നോട്ട് ലൈക്ഡ് ബൈ എംപ്ലോയീസ് ഇറ്റ് മേ ബി ചേഞ്ച്ഡ്. എക്സിസ്റ്റിംഗ് ജോബ് അവർക്ക് ഇഷ്ടമല്ല, എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബ് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പുതിയ ജോബ് വരുമ്പോൾ അതിലേക്ക് മാറ്റി കൊടുക്കാറുണ്ട്. ട്രാൻസ്ഫർ ആൻഡ് ഡിമോഷൻ ഓൾസോ ഹെൽപ്പ് ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. അതേപോലെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ട്രാൻസ്ഫർ കൊടുക്കാറുണ്ട്, അതായത് ഒരു ജോബിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചേഞ്ച് കൊടുക്കാറുണ്ട്. അതേപോലെ പ്രൊമോഷന് നേരെ ഓപ്പോസിറ്റ് ഡിമോഷൻ കൊടുക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള എംപ്ലോയീസിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ, അസിസ്റ്റൻസ് ക്യാൻ ബി പ്രൊവൈഡഡ് ഇൻ കേസ് ഓഫ് റെസ്പോൺസിബിൾ ജോബ്. റെസ്പോൺസിബിൾ ആയിട്ട് വളരെ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ജോലിയാണെങ്കിൽ അതിൽ ആ എംപ്ലോയീസിന് സഹായം ആവശ്യമാണ്, അസിസ്റ്റൻസ് ആവശ്യമാണെങ്കിൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ജോബ് ക്വാളിഫിക്കേഷൻ കുറവാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെയാണ് ഫേം ഫോളോ ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ഇവൻ ഹൈലി ക്വാളിഫൈഡ് പേഴ്സൺസ് ആണ് വെൻ കമ്പയർഡ് വിത്ത് ജോബ് സ്പെസിഫിക്കേഷൻ. ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യാൻ ഇന്ന ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ള എംപ്ലോയീസ് ആണ് ഇപ്പോൾ ഫേമിൽ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ജോബ് എൻലാർജ്മെൻറ്റ് ഷുഡ് ബി ഡൺ. ജോബ് എൻലാർജ്മെൻറ്റ് കൂടുതൽ ഉത്തരവാദിത്തങ്ങളും അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ കൂടുതൽ ടാസ്കുകളൊക്കെ അവരെ ഏൽപ്പിച്ചു കൊടുത്ത്, അത് കാരണം അത്രയും കഴിവുകൾ അവർക്കുണ്ടായിരിക്കും, ക്വാളിഫിക്കേഷൻ അവർക്കുണ്ടായിരിക്കും, അപ്പോൾ കൂടുതൽ ജോബുകൾ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് പറയുന്നത്, ചേഞ്ച് ഇൻ ജോബ് പ്രൊവൈഡ് എ ന്യൂ ജോബ് ദാറ്റ് സ്യൂട്ട്സ് ഹിസ് എബിലിറ്റി ആൻഡ് കാപ്പബിലിറ്റി. ജോബ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി അവർക്ക് എന്തെല്ലാം എബിലിറ്റീസ് ഉണ്ടോ, കാപ്പബിലിറ്റീസ് ഉണ്ടോ, ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പുതിയ ജോബിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ ചെയ്യാറുണ്ട്. ദെൻ പ്രൊമോഷൻ ക്യാൻ ബി പ്രൊവൈഡഡ്. ഹയർ പോസ്റ്റിലാണ് ജോബ് വേക്കൻസി എങ്കിൽ എംപ്ലോയീസിനെ ഹയർ പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ദെൻ അസൈൻ അഡീഷണൽ ഡ്യൂട്ടീസ്. അതല്ലെങ്കിൽ അവരുടെ കാലിബറിനനുസരിച്ച് അഡീഷണൽ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് ഹൈലി ക്വാളിഫൈഡ് പേഴ്സൺസ് ആണെങ്കിൽ ഫേം ചെയ്യാറുള്ള സാധാരണ കാര്യങ്ങൾ. പിന്നെ അഡ്വൈസ് ഓഫ് ദി ക്യാപ്പബിൾ മാൻ ക്യാൻ ബി സോൾവ് ഫോർ എനി പ്രോബ്ലം വിത്ത് ഹി ഈസ് സപ്പോസ്ഡ് ടു ഹാവ് സ്പെഷ്യലൈസ്ഡ് നോളജ്. സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ അയാൾക്ക് പല വിധത്തിലും പല ആൾക്കാർക്കും ടോപ്പ് അതോറിറ്റിക്ക് വരെ വാല്യബിൾ ആയിട്ടുള്ള അഡ്വൈസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹയർ അതോറിറ്റിക്ക് സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ ഒരുപാട് നോളജ് ഉണ്ടെങ്കിൽ ആ നോളജ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാറുണ്ട്. ഓക്കെ, ഇത്രയാണ് ഷോർട്ട് ടൈം മാൻ പവർ പ്ലാനിങ്ങിൽ വരുന്ന കാര്യങ്ങൾ. ഇനി ലോങ് ടേം മാൻ പവർ പ്ലാനിങ്. അണ്ടർ ലോങ് ടേം മാൻ പവർ പ്ലാനിങ്, മാനേജ്മെൻറ്റ് ഹാസ് ആമ്പിൾ ടു ടൈം ടു മേക്ക് റിക്വയർഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ബൈ ടേക്കിംഗ് നെസസറി സ്റ്റെപ്സ്. ലോങ് ടേം മാൻ പവർ പ്ലാനിങ് കവർ എ ലോങ് പീരീഡ് ഓഫ് 15 to 20 years, 15 മുതൽ 20 വർഷം വരെ. അങ്ങനെ ഒരു തരത്തിലാണ് അത്രയും പീരീഡ് ഓഫ് പ്ലാനിങ് ആണ് വരുന്നത് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങിൽ വരുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ്. ഫസ്റ്റ് വൺ, പ്രൊജക്ഷൻ ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്സ്. നെക്സ്റ്റ് വൺ, സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് പേഴ്സണൽ. തേർഡ് വൺ, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. ആൻഡ് ഫോർത്ത് വൺ, മാൻ പവർ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലാനിങ്. ഇപ്പോൾ ലോങ് ടേം പർപ്പസ് ആണ് ഇതിൻ്റെ ലക്ഷ്യം. അതായത് ലോങ് ടേം മാൻ പവർ പ്ലാനിങ് എന്ന് പറയുമ്പോൾ മാൻ പവർ പ്ലാനിങ് ചെയ്യുന്നത് 15 മുതൽ 20 വർഷത്തേക്കായിരിക്കും. Here the management will get sufficient time to make adjustments of employees according to job specification. ഇവിടെ മാനേജ്മെൻറ്റിന് മതിയായ സമയം എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപാട് ടൈം കിട്ടും ജോബ് സ്പെസിഫിക്കേഷനായിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എടുക്കാനായിട്ട്. അപ്പോൾ ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങിൽ പറയുന്ന എലമെൻറ്റ്സിൽ ഫസ്റ്റ് വൺ, പ്രൊജക്ഷൻ ഓഫ് മാൻ പവർ റിക്വയർമെൻ്റ് ആണ്. On the basis of organization structure, future manpower requirement can be predicted.
ഫ്യൂച്ചർ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ നോക്കി അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെൻറ്റ് എത്രയാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അത് അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ലെങ്കിൽ പോലും ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സ് റിക്വയർമെൻറ്റ് മേ ബി ഡ്യൂ ടു ദാറ്റ് ഫാസ്റ്റ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഓർ ഹാപ്പനിങ് അറ്റ് പ്രസൻറ്റ്. എപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കമ്പനിയിൽ വരുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റൊക്കെ കാരണം ഒരുപാട് നമ്പർ ഓഫ് എംപ്ലോയീസിന് ആവശ്യമായിരിക്കും. അപ്പോൾ അതിലേക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ബേസിൽ മാൻ പവർ റിക്വയർമെൻറ്റ് അസസ് ചെയ്യാൻ സാധിക്കാറുണ്ട്. ദി ഫോളോയിങ് ഫാക്ടേഴ്സ് മസ്റ്റ് ബി കൺസിഡർഡ് വൈൽ അസസിങ് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്. ഫ്യൂച്ചർ റിക്വയർമെൻറ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അസസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് മാൻ പവർ ഡ്യൂ ടു റിട്ടയർമെൻറ്റ്, ട്രാൻസ്ഫർ, ഡെത്ത്, റെസിഗ്നേഷൻ, ഡിസ്ചാർജ്, ലീവ്സ്. അതായത് മാൻ പവർ റിക്വയർമെൻറ്റ് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്, റിട്ടയർമെൻറ്റ് കൊണ്ടോ, ട്രാൻസ്ഫർ കൊണ്ടോ, ഡെത്ത് കൊണ്ടോ, റെസിഗ്നേഷൻ കൊണ്ടോ, ഡിസ്ചാർജ് കൊണ്ടോ, ലീവ് കൊണ്ടോ, ഇതിലേതൊക്കെ കാരണം കൊണ്ടാണ് റിക്വയർമെൻറ്റ് ആവശ്യമുള്ളത് എന്നുള്ളത് ആദ്യം റേറ്റ് ചെയ്യണം. ദെൻ എക്സ്പാൻഷൻ ഓർ എ കോൺട്രാക്ഷൻ ഇൻ സൈസ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ സൈസ് എക്സ്പാൻഡ് ചെയ്യാനാണോ കോൺട്രാക്ഷൻ ആണോ ചാൻസ് കൂടുതൽ, അങ്ങനെയാണെങ്കിൽ എത്ര എംപ്ലോയീസിന് വേണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. ജോബ് സ്പെസിഫിക്കേഷൻ ഓർ അനാലിസിസ്. ജോബ് സ്പെസിഫിക്കേഷൻ്റെ ബേസിൽ ജോബ് അനലൈസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ക്വാളിഫിക്കേഷൻ ആൻഡ് കാപ്പബിലിറ്റി റിക്വയർഡ് ടു പെർഫോം ജോബ് എഫക്റ്റീവ്ലി ഇൻ ഫ്യൂച്ചർ. അതായത് ഫ്യൂച്ചറിൽ വളരെ എഫക്റ്റീവായിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് മാച്ചായിട്ടുള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ക്യാപ്പബിലിറ്റീസും ഒക്കെ ഉള്ള എംപ്ലോയീസ് ആണോ എക്സിസ്റ്റ് ചെയ്യുന്നത്, അഡീഷണൽ ആയിട്ടുള്ള എംപ്ലോയീസിന് എത്ര വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ 3 ഫാക്ടേഴ്സും കൂടെ കൺസിഡർ ചെയ്യും. സെക്കൻഡ് വൺ, സ്റ്റോക്ക് ടേക്കിംഗ് ഓഫ് എക്സിസ്റ്റിംഗ് പേഴ്സണൽ ഇൻ ദി ഓർഗനൈസേഷൻ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് പേഴ്സണൽ ഓർഗനൈസേഷനിൽ എത്ര പേരുണ്ട് എന്നുള്ളത് അസസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് ലിസ്റ്റ് ഓഫ് പ്രസൻറ്റ് എംപ്ലോയീസ് പ്രിപ്പയർ ചെയ്യും ആൻഡ് സ്റ്റേറ്റിംഗ് ദെയർ ക്വാളിഫിക്കേഷൻ, എബിലിറ്റി എക്സെട്ര. ഓൾസോ ഓൾറെഡി ഉള്ള എംപ്ലോയീസിൻ്റെ ലിസ്റ്റ്, അവരുടെ എക്സിസ്റ്റിംഗ് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, അവർക്ക് എക്സ്പീരിയൻസ് എത്രയുണ്ട്, അവരുടെ എബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. ഓക്കെ. ദെൻ അതേപോലെ തന്നെ ദ ലിസ്റ്റ് ഓൾസോ മെൻഷൻ വെദർ ദേ ക്യാൻ ബി ഡെവലപ്ഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 5 or 10 years ഐദർ എക്സ്പീരിയൻസ് ഓർ ട്രെയിനിങ്. ഇവരെ തന്നെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ തന്നെ കുറച്ചുകൂടെ കൂടുതൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിനൊരു 4, 5, 10 വർഷം എടുത്താലും അവരെ ഡെവലപ്പ് ചെയ്ത് എടുക്കാനും ഫ്യൂച്ചറിലേക്ക് അവരെ തന്നെ എക്സിസ്റ്റ് ചെയ്ത് നിലനിർത്തി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. അപ്പോൾ ഭാവിയിൽ വരുന്ന ജോബ് വാക്കൻസീസ് അവർക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് അവരെ ആ ഒരു പുതിയ ജോബിലേക്ക് മാറ്റാൻ സാധിക്കും. കാരണം അവർക്ക് അതിനുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുമ്പോൾ അവരുടെ എബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. ദെൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. ആഫ്റ്റർ അസസിങ് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ് അസസ് ചെയ്തതിന് ശേഷം, അതുപോലെ എക്സിസ്റ്റിംഗ് പേഴ്സണിൻ്റെ സ്റ്റോക്ക് എടുത്തതിന് ശേഷം, അവരെ കൗണ്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷനാണ്. ലോങ് ടേം മാൻ പവർ പ്ലാനിങ് എസ്റ്റാബ്ലിഷ് ദ പ്രോസസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ ത്രൂ സയൻറ്റിഫിക് മെത്തേഡ്. ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങിൽ സാധാരണ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. ദെൻ മാൻ പവർ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്ലാനിങ്. This is the last important step of long-term manpower planning. Development of personnel through training should be done to fill up expected vacancies. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഭാവിയിൽ വരാവുന്ന വാക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഫില്ലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതായത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് അത്ര ക്വാളിഫൈഡ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് ഒക്കെ കൊടുത്താൽ പുതിയ ജോലി ചെയ്യാൻ ഏബിളാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യാം. അപ്പോൾ ലോങ് ടേം മാൻ പവർ റിക്വയർമെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട 4 എലമെൻറ്റ്സ് ആണ്. ആദ്യം മാൻ പവർ റിക്വയർമെൻറ്റ് പ്രൊജക്റ്റ് ചെയ്യുക, ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറും, അതേപോലെ ഇത് റിക്വയർമെൻറ്റ് പ്രൊജക്റ്റിന് സമയത്ത് റിട്ടയർമെൻറ്റ് എത്ര വരാം, ട്രാൻസ്ഫർ എത്ര വരാം, ഡെത്ത് പിന്നെ പ്രസൻറ്റ് കണ്ടീഷനിൽ നോക്കാനേ സാധിക്കുള്ളൂ, റെസിഗ്നേഷൻ, അതുപോലെ ഡിസ്ചാർജ്, ലീവ്സ്, ഇതൊക്കെ വെച്ചിട്ട് റിക്വയർമെൻറ്റ് റേറ്റ് മാൻ പവറിൻ്റെ ലോസ് റേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണോ അല്ലെങ്കിൽ ചുരുക്കമാണോ ചെയ്യുന്നത്, എക്സ്പാൻഡ് ആണോ ചെയ്യുന്നത്, ഓൾറെഡി ഉള്ള ജോബ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാൻ പവർ റിക്വയർമെൻറ്റ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ അവർ സ്റ്റോക്ക് എടുക്കുന്നു, റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രോഗ്രാംസിനെ കുറിച്ച് ആലോചിക്കുന്നു, ആൻഡ് ലാസ്റ്റ് വൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ്. അപ്പോൾ ഇത്രയാണ് ലോങ് ടേം മാൻ പവർ പ്ലാനിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ദ ലിമിറ്റേഷൻ ഓഫ് HR പ്ലാനിങ്. ദ ഫ്യൂച്ചർ ഈസ് അൺസർട്ടൻ. HR പ്ലാനിങ്ങിൽ പല കാര്യങ്ങളും ഒരുപാട് മുന്നേ തന്നെ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കുന്നു, ഫോർകാസ്റ്റ് ചെയ്ത് വെക്കുന്നു, ഇന്ന കാര്യങ്ങൾ ഇന്ന ഇയേഴ്സിലേക്ക് വേണം എന്നുള്ള കാര്യമൊക്കെ തീരുമാനിച്ച് വെക്കുന്നു. എങ്കിൽ പോലും ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൻ ആണ്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് പറയാനായിട്ട് സാധിക്കില്ല. സോ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. അപ്പോൾ അതിൽ ചേഞ്ചസ് വരാം.
റെസിസ്റ്റൻസ് ഓഫ് എംപ്ലോയീസ്. HR പ്ലാനിങ്ങിലൂടെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതുമായിട്ട് എംപ്ലോയീസ് സഹകരിക്കാൻ പലപ്പോഴും വിസമ്മതിക്കാറുണ്ട്. അപ്പോൾ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നൊരു റെസിസ്റ്റൻസ് വരിക, ഒരു എതിർപ്പ് വരിക, അതിനും ചാൻസ് ഉണ്ട്. പ്രോബ്ലം ഓഫ് സർപ്ലസ് സ്റ്റാഫ്. ഇതൊക്കെ കൗണ്ട് ചെയ്ത്, അതായത് സ്റ്റോക്ക് ടേക്കിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് എംപ്ലോയീസിൻ്റെ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെ സർപ്ലസ് സ്റ്റാഫ് വന്നാൽ വലിയ പ്രോബ്ലമാണ് വരാറുള്ളത്. അതായത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് പെട്ടെന്ന് ഒഴിവാക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന് മാനേജ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഎഫിഷ്യൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം. ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം എഫിഷ്യൻ്റായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് കാണാം. നോൺ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ടോപ്പ് ലെവൽ മാനേജേഴ്സ്. ഇതിനകത്ത് ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. അതായത് ഇത് HR മാനേജറുടെ മാത്രം ഡ്യൂട്ടിയാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ഇൻവോൾവ്മെൻറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസോ പ്രശ്നങ്ങളോ ഒക്കെ വരാം. ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. HR പ്ലാനിങ് വളരെ സിമ്പിളായിട്ടൊരു പ്രോസസ്സൊന്നുമല്ല. ഒരുപാട് ടൈം എടുത്ത് ആലോചിച്ച് പ്ലാൻ ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലിമിറ്റേഷൻസ് ഓഫ് HR പ്ലാനിങ്. ഓക്കെ, താങ്ക് യു.